പുലർച്ചെ തന്നെ ഇറങ്ങി കണ്ണനെ കാണാൻ. അതിരാവിലെ ഭക്തി നിറയുന്ന പാട്ടും കേട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. പട്ടും പഴവും താമരയും ഇല്ലാതെ എങ്ങനെയാണ് കണ്ണൻ്റെ അടുത്ത് പോവുക? കണ്ണനുള്ളത് കയ്യിൽ കരുതണ്ടേ? തിരുപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ഗുരുപവനപുരി. ഭക്തിയും സംഗീതവും താളമേളങ്ങളുമായി കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ ആനന്ദവും ആശ്വാസവും നൽകുന്ന ഗുരുവായൂർ. മറ്റെവിടെയും കിട്ടാത്ത എന്തോ ഒന്ന് ഇവിടെയുണ്ടെന്ന് ഉറപ്പാണ്. ഒരുപാട് പറയാനായിട്ട് ഓടി വന്നാലും ദാ ഇവിടെ എത്തിയാൽ അതെല്ലാം മറന്ന് കണ്ണനിൽ മാത്രം ലയിക്കും. അതാണ് ഈ സന്നിധിയുടെ പ്രത്യേകത. ഒരു തരത്തിൽ പറഞ്ഞാൽ കണ്ണൻ്റെ മായാജാലം. കണ്ണനെ കണ്ടാൽ ആ പ്രസാദം കഴിക്കാതെ എങ്ങനെയാണ് പോവുക? കണ്ണന് ഇഷ്ടപ്പെട്ട വെണ്ണയും പഞ്ചസാരയും പഴവും കളഭവുമെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ്. ദാ കണ്ണന് പ്രിയപ്പെട്ട ഗജകേസരി. രാവിലെ തന്നെ വയറ് നിറയ്ക്കാനുള്ള തിരക്കിലാണ് ആള്. ആരൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും ഈ ജോലി കഴിയട്ടെ എന്ന ഭാവം. മേൽപ്പത്തൂർ എന്ന പേര് മാറ്റി മേൽപ്പുത്തൂർ എന്നാക്കിയ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ സംഗീതാർച്ചന കഴിഞ്ഞുള്ള സമ്മാന വിതരണം. എപ്പോഴും ആസ്വാദനത്തിൻ്റെ കലാകാഴ്ചകൾ സമ്മാനിക്കുന്ന വേദി. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് വെറുതെ ഈ നടപ്പുരയിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാനുമുണ്ട് ഒരു രസം.